കുറിച്ചാണ് കേട്ടോ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നേ. കാരണം ഞാൻ എൻ്റെ വിന്റർ ബൂട്ട് അവിടെ വെച്ച് മറന്നുപോയി. സമയം ഏതാണ്ട് 2 മണി ആവാറായിട്ടുണ്ട്. ഇതുവരെ ഒരു പരിപാടിയും നടന്നിട്ടില്ല. ഇപ്പോഴത്തെ എൻ്റെ ദിവസങ്ങളൊക്കെ രാവിലത്തെ തുമ്മലിനെ അപേക്ഷിച്ചിരിക്കും. എണീറ്റ് വരുന്നതേ ഒരു 10-15 തുമ്മലങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തലയ്ക്കും ശരീരത്തിനൊക്കെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുണ്ടാവില്ല. ജലദോഷത്തിലേക്ക് അങ്ങ് എത്തിയിട്ടുമില്ല, എന്നാൽ തലവേദനയും മൂക്കൊലിപ്പും ഒക്കെ ഉണ്ട് താൻ. അപ്പൊ തലയൊക്കെ ഒന്ന് ചീകി കെട്ടി ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും ഇത്തിരി ചോറ് വെച്ച് എന്തെങ്കിലുമൊക്കെ കറിയും കൂടി തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. ആലോചിച്ച് നോക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. എൻ്റെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഞാൻ തന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡി തന്നെ. മൈഗ്രെയിൻ, തുമ്മൽ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ടെന്നീസ് എൽബോ, മൂക്കൊലിപ്പ്, ഇതിലും വലുതൊക്കെ വന്നിട്ട് ജീവിക്കുന്നവരും ഉണ്ട്. കഴിഞ്ഞ വർഷം മുട്ടുവേദന വന്ന് ഒരു രക്ഷയില്ലാണ്ട് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് പുള്ളി എന്നോട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ചെറിയൊരു പ്രശ്നമാണെന്ന്. ഞാൻ ഇതെവിടെയോ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് ഗൂഗിളെടുത്ത് നോക്കിയപ്പോൾ സന്ധിവാദം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സന്ധിവാദം എന്നൊക്കെ കേട്ടേക്കണത് അമ്മച്ചിമാർക്കും മുത്തശ്ശിമാർക്കും അല്ലെ വല്യപ്പന്മാരുടെ ഒക്കെ കാര്യത്തിലാണ്. എനിക്കിത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ TV-യിലെ പരസ്യം ഓർമ്മ വന്നത്. 30 വയസ്സിന് ശേഷം ബോൺ ഡെൻസിറ്റി കുറയുന്നുണ്ടോ, തെരഞ്ഞെടുക്കൂ വുമൺസ് ഹോർലിക്സ്. പക്ഷെ ഇത് ഹോർലിക്സ് കൊണ്ടൊന്നും നിൽക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ ആദ്യം എന്നോട് പറഞ്ഞത് വെയിറ്റ് കുറയ്ക്കണം എന്ന്. ഇപ്പം യൂട്യൂബ് തുറന്ന മൊത്തം ഡയറ്റും എക്സർസൈസും മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ഫോളോ ചെയ്യാനാണ് പാട്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്ന ആൾക്ക് ആ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഡയറ്റ് ചെയ്യാന്ന് പറയുന്നത് പെട്ടെന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാനൊന്ന് നോക്കി, പക്ഷെ ഒന്നും അങ്ങ് ശരിയാവും. ഞാൻ കഥ പറഞ്ഞ് എവിടെയൊക്കെ എത്തി. ഇന്നത്തെ ലഞ്ചിന്റെ കാര്യം മാത്രം പറഞ്ഞില്ല. സാമ്പാറിന് ഇന്ന് ഉരുളക്കിഴങ്ങ്, സവാള, ഉണ്ടായിരുന്ന കുറച്ച് തക്കാളി, പരിപ്പ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മുടെ സാമ്പാർ റെഡിയാണ്. പിന്നെ കുറച്ച് വൻപയർ ഉലർത്തിയത്. ഈ കടുക് പൊട്ടിച്ചുണ്ടാക്കുന്നതിനെയൊക്കെ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഉലർത്തുക എന്നൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയണത്. പിന്നെ ഉപ്പിലിട്ട ക്യാരറ്റൊക്കെ ചേർത്ത് ചെറിയൊരു സാലഡും. ക്യാരറ്റ് അങ്ങനെ പച്ചയ്ക്ക് അതിൻ്റെ ടേസ്റ്റോടെ കഴിക്കുന്നത് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ചെയ്തു നോക്കി. ഇതാകുമ്പോൾ ഏത് സാലഡിൻ്റെ കൂടെയും കുറച്ചെടുത്ത് ഇടാം. അപ്പോൾ ഇന്ന് ചോറ് കുറച്ചെടുത്ത് കറികളൊക്കെ കുറച്ചധികം കഴിക്കാം. അപ്പോൾ ഏകദേശം ഒരു ഡയറ്റ് എന്നൊക്കെ പറയാമായിരിക്കാം. ഇതിനിടയ്ക്ക് ഞങ്ങളൊന്ന് നാട്ടിൽ പോയായിരുന്നു കേട്ടോ. 1.5 മാസത്തേക്ക് വേണ്ടി പോയതാണ്. പക്ഷെ 6 മാസം നിന്നിട്ടാണ് തിരിച്ചു വന്നത്. ഇവിടുന്ന് പോയതിനേക്കാളും 4 കിലോയും കൂടെ ബോഡി വെയിറ്റ് കൂടിയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പം നേരത്തെ കഷ്ടപ്പെട്ടതിനേക്കാളും കുറച്ചധികം ചെയ്താലേ ഇനി അതും കൂടി കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ സാലഡും സാമ്പാറും പയറുലർത്തിയതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം 4 മണി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇനി വൈകിട്ടൊന്നും കഴിക്കില്ല. കാരണം ചെറിയ ഗോള് വെച്ച് ഞാനൊരു 1 മാസം കൊണ്ട് 2 കിലോ കുറച്ചിട്ടുണ്ട്. അപ്പം ഏതായാലും നടക്കും എന്നുള്ളത് ഉറപ്പായി. നമുക്ക് നോക്കാം.